ജിത, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. തിരിച്ച് ഞാൻ ഈ ഇല്ലത്ത് വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവരുത്. കൂടുതലൊന്നും പറയാതെ അവൻ ബാത്റൂമിലേക്ക് കുളിക്കുവാനായി പോയി. അവൻ ഇറങ്ങി വന്നതും അവളോടൊരക്ഷരം മറുത്തു പറഞ്ഞില്ല. അവൻ വേഗം ഡ്രസ്സ് മാറി പുറത്തേക്ക് നടന്നു. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ തിരിച്ചു വരുമ്പോൾ ഇയാൾ ഇവിടെ കാണരുത്. വാതിൽക്കലെത്തിയതും അവൻ പറഞ്ഞു. അതിനുശേഷം വേഗം പുറത്തേക്ക് പോയി. ബൈക്ക് സ്റ്റാർട്ടാവുന്ന ശബ്ദം മേഘന കേട്ടു. എടാ, ഇവൾ പഠിച്ച കള്ളിയാണ്. നീ അവളെ ഒന്നെങ്കിൽ കൈയോടെ പോലീസിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ പറയുക. വിധും പറഞ്ഞത് ശരിയാണെന്ന് ശ്രീഹരിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതേടാ, ഇന്ന് ഞാൻ ചെല്ലുമ്പോൾ അവൾ അവിടുന്ന് പോയില്ലെങ്കിൽ അവളെ ഞാൻ... ശ്രീഹരി പല്ലിറമ്മി. എന്നാലും അവളെ മനസ്സിലാവുന്നില്ലല്ലോ. മിഥുൻ അവനെ നോക്കി. എന്ത് മനസ്സിലാക്കാൻ? പക്ക ഫ്രോഡാണ്, അല്ലാതെന്താ. അവളെ എപ്പോഴാണോ കണ്ടുമുട്ടിയത്? ശ്രീഹരിക്ക് ശരിക്കും വിഷമം വരുന്നുണ്ടായിരുന്നു. അന്ന് മുഴുവൻ ശ്രീഹരിയും മിഥുനും ഒരുമിച്ചായിരുന്നു. അവരിടയ്ക്ക് കോഫി ഷോപ്പിൽ കയറി. അവരുടെ എതിർവശത്തിരുന്നത് അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. കുറച്ച് കഴിഞ്ഞതും അവളുടെ അടുത്തേക്ക് വന്ന പയ്യനെ കണ്ട് അവർ അന്താളിച്ചു. ഒറ്റ നോട്ടത്തിൽ ഒരു കഞ്ചാവ് ലുക്കാണ് അവന്. എന്തേടാ, നോക്കിക്കവനെ. ഈ പെൺകുട്ടികൾക്കൊക്കെ എന്താ പറ്റിയേ? മിഥുൻ അവനെ നോക്കി. ആർക്കറിയാം, അവളെ നോക്കിക്ക്. ഏതോ നല്ല കുടുംബത്തിലെ പെണ്ണാണെന്ന് തോന്നുന്നു. ശ്രീഹരിയും പറഞ്ഞു. ഇതുപോലെയാണോടാ പെണ്ണും? മിഥുൻ പറഞ്ഞപ്പോൾ ശ്രീഹരിയും ഓർത്തു അത് ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന്. പിന്നീട് കുറച്ച് സമയം അവർ അമ്പലത്തിൽ പോയി. അങ്ങനെ ശ്രീഹരി സമയം ചെലവഴിച്ചു. ഇടയ്ക്ക് ആരെയും അവൻ്റെ ഫോണിൽ വിളിച്ചു. എടാ, അവൾ പോയോ ആവോ? അത് പറയാനാണോ അവൾ ഫോൺ വിളിച്ചത്? മിഥുൻ അവനോട് ചോദിച്ചു. ശ്രീഹരി മനഃപൂർവ്വം ഫോൺ എടുത്തില്ല. എടുത്താൽ ശരിയാവില്ലെന്ന് മിഥുനും പറഞ്ഞു. ഏട്ടനിത് എവിടാണ്? ഇടയ്ക്ക് മെസ്സേജ് വന്നു. അതിനും ശ്രീഹരി മറുപടി കൊടുത്തില്ല. 4-5 പ്രാവശ്യം അവൾ ഫോൺ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. എടാ, സമയം 6 മണിയായി, ഇനി പോയാലോ? മിഥുൻ ചോദിച്ചു. ആ, പോകാം. ശ്രീഹരി എഴുന്നേറ്റു. ശ്രീഹരി വീട്ടിൽ ചെന്നപ്പോൾ മേഘനൊഴികെ എല്ലാവരും ഉമ്മറത്തുണ്ട്. നീ ഇതെവിടായിരുന്നു? എൻ്റെ ദൈവമേ, ഈ ചെക്കൻ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അമ്മയും മുത്തശ്ശിയും കൂടി ഓടി അവൻ്റെ അടുത്തേക്ക് വന്നു. നീ ഇതെവിടായിരുന്നു? ഞാൻ രാഹുലിനെ കാണാൻ പോയതാ, റേഞ്ച് കുറവായിരുന്നു, അവൻ പറഞ്ഞു. ആരും കൂടുതലൊന്നും പരസ്പരം പറഞ്ഞില്ല. ഇന്നിവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നോ മോനെ? മുത്തശ്ശി അവൻ്റെ കയ്യിൽ പിടിച്ച് കരയുകയാണ്. അവൾ പോയി, അവൻ ഉറപ്പിച്ചു. അമ്മ മിണ്ടാതിരിക്കുക. ശ്രീകുട്ട, നീ അകത്തോട്ട് ചെല്ല്. പ്രതാപം പറഞ്ഞപ്പോൾ മുത്തശ്ശി കൂടുതലൊന്നും സംസാരിച്ചില്ല. അവൾ അങ്ങനെ പോയിരിക്കുന്നു. അവൻ്റെ മനസ്സിൽ സന്തോഷം തിരതില്ലി. മിടിക്കുന്ന ഹൃദയത്തോടെ അവൻ ഓരോ സ്റ്റെപ്പുകൾ കയറി. വാതിൽ തുറന്ന് ശ്രീഹരി നോക്കിയപ്പോൾ മേഘന അവൻ്റെ കട്ടിൽ കിടക്കുന്നു. റൂമിൽ കയറി വാതിലടിച്ചതും അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു. എടി എന്നവൻ അലറി വിളിച്ചു. കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ മേഘനയുടെ കരണം പൊട്ടുമാറ് അവൻ ഒന്നു കൊടുത്തു. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അവൾ വീണ്ടും കട്ടിലേക്ക് വേച്ചുപോയി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ വലിച്ചു പൊക്കി. നിന്നോട് ഞാൻ എന്തടി പറഞ്ഞത്? ശ്രീഹരി അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. ശ്വാസം കിട്ടാതെ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്നതല്ലേ നീ? ഈ നിമിഷം ഇറങ്ങണം. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് വാതിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. തലങ്ങും വിലങ്ങും അവൻ അവൾക്കിട്ടടിച്ചു. വിട്, വിടെന്നെ. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. പെട്ടെന്ന് വാതിലിൻ്റെ പുറത്തുനിന്നു മുത്തശ്ശി വിളിച്ചു. ശ്രീഹരി അവളുടെ കയ്യിലെ പിടുത്തം വിട്ടു. അവൾ ഒന്നും പറയാതെ വാഷ്റൂമിലേക്ക് ഓടി. അവൻ വാതിൽ തുറന്നതും മുത്തശ്ശി അകത്തേക്ക് കയറി. കയ്യിൽ എന്തോ ഇരിപ്പുണ്ട്. മോളെവിടെ? അവർ ചുറ്റിലും നോക്കി. അവൾ വാഷ്റൂമിലാ. മോനെ, കുട്ടിയോടെ ഇത് കാലിൽ പുരട്ടി കിടക്കാൻ പറയണം. അവർ കൊണ്ടുവന്ന് മേശമേൽ വെച്ചത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീഹരിയോട് പറഞ്ഞു. എന്താണിത് മുത്തശ്ശി? അവൻ അവരെ നോക്കി. വൈദ്യം പറഞ്ഞത് തോരെ എന്നിതിടണമെന്നാ. മോനെ, രാത്രിയിൽ ആ കുട്ടിയോട് ഉറങ്ങരുതെന്ന് പ്രത്യേകം പറയണേ, മുത്തശ്ശി വീണ്ടും പറഞ്ഞു. നീ പേടിക്കണ്ട, കൃത്യസമയത്ത് നമ്മൾ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയില്ലേ? അവരവൻ്റെ കയ്യിൽ പിടിച്ചു. എന്തായിരുന്നു മുത്തശ്ശി സംഭവം? അവൻ ചോദിച്ചു. അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എൻ്റെ മോനെ, നീ പോയ പിറകെ
ആ കുട്ടി തുണിയും എടുത്തുകൊണ്ട് നനച്ചിടാൻ പിന്നാമ്പുറത്ത് പോയി. ആര്യ കുറച്ചു കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ കുട്ടി ബോധമില്ലാണ്ട് കിടക്കുക. ഏതോ കൂടിയ വിഷായിരുന്നു. കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് കൊണ്ടുവരേണ്ടിയിരുന്നില്ലെന്നാണ് വൈദ്യം പറഞ്ഞത്. എൻ്റെ കുഞ്ഞിനെ ദൈവം കാത്തു. മുത്തശ്ശി പറഞ്ഞത് കേൾക്കുകയും ശ്രീഹരി തരിച്ചു നിൽക്കുകയാണ്. മുത്തശ്ശി വാതിൽ കടന്നു പോയതൊന്നും ശ്രീഹരി അറിഞ്ഞിരുന്നില്ല. ദൈവമേ, താൻ എന്താ കേട്ടത്? അവളെ വിഷം തീണ്ടിയെന്നാണോ? അതുകൊണ്ടാവും അവൾ തൻ്റെ കട്ടിൽ കിടന്നതെന്ന് അവൻ ഓർത്തു. വാഷ്റൂമിൻ്റെ വാതിൽ തുറക്കുന്നതായി അവൻ കേട്ടു. മുടന്തി വരുന്ന മേഘനയാണ് അവൻ കണ്ടത്. അവളുടെ മിഴികളിൽ അപ്പോഴും ഈറൻ മഴ പെയ്യുന്നുണ്ടായിരുന്നു. വേച്ച് വീഴാൻ പോയ അവളെ ശ്രീഹരി വേഗം പിടിച്ച് കട്ടിലിരുത്തി. ഇത് കാലിൽ തടവാൻ തന്നതാ മുത്തശ്ശി. അവൻ മരുന്നെടുത്ത് അവൾക്ക് കൊടുത്തു. പച്ചമഞ്ഞളും തുളസിയിലയും ഒക്കെയാണ് തോന്നുന്നു അവന്. അവളത് മേടിച്ച് അവളുടെ കയ്യിൽ തന്നെ വെച്ചു. മേഘന, ഐ എം സോറി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെയാണ് പറഞ്ഞത്. അവൾ പക്ഷെ ഒന്നും സംസാരിച്ചില്ല. 2 ദിവസമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. എൻ്റെ വേളിയാണെന്നാണ് എൻ്റെ കുടുംബത്തിൽ എല്ലാവരുടെയും ധാരണ. എൻ്റെ വിവാഹം വാക്കാൽ ഉറപ്പിച്ചതാണ്. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും താൻ ഇവിടുന്ന് പോവാതെ വീണ്ടും എന്നെ കബളിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീഹരി വിശദീകരിച്ചു. പോകാൻ തുടങ്ങിയതാ. അപ്പോൾ ഞാൻ നനച്ചിട്ടിരുന്ന എൻ്റെ ചുരിദാർ എടുക്കാൻ പോയതാ. അവിടെ വെച്ചാണ്. അവളുടെ വാക്കുകൾ മുറിഞ്ഞു. സാരില്ല, പോട്ടെ. അവൻ അവളെ ആശ്വസിപ്പിച്ചു. മേഘന. അവൻ കട്ടിലിൻ്റെ ഓരത്ത് വന്നിരുന്നു കൊണ്ട് അവളെ നോക്കി. ഇയാളുടെ പ്രശ്നം എന്താ? തന്നെ വിവാഹം കഴിച്ചയാൾ ഇനി വരില്ലേ? അവൻ ചോദിച്ചു. ഇല്ല സാർ, അയാൾ ഇനി വരില്ല. അയാൾ എന്നെ ചതിച്ച് കടന്നു കളഞ്ഞു. അത് പറയുമ്പോൾ അവൾ കരഞ്ഞിരുന്നില്ല. എന്താണ് താൻ പറഞ്ഞു വരുന്നത്? അവൻ വീണ്ടും ചോദിച്ചു. സർ, അയാൾ വരുമെന്ന് കരുതി അയാളെ കാത്തിരിക്കുന്നതല്ല ഞാൻ. എൻ്റെ അമ്മ പറഞ്ഞു ഒരാളെ അന്വേഷിച്ചു വന്നതാ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവരിപ്പോൾ സ്ഥലത്തില്ലെന്ന്. അവളുടെ ശബ്ദം വിറച്ചു. അവർ വരുവാൻ കുറച്ച് താമസമുണ്ട്. ഈശ്വരാനുഗ്രഹത്താൽ അവർ വേഗം വരികയാണെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും. അതിനു മുമ്പ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാവരോടും പറഞ്ഞോളാം. സാറിൻ്റെ ഭാവി വധുവുമായിട്ടുള്ള വിവാഹം പറഞ്ഞുറപ്പിച്ചതുപോലെ നടക്കും, ഉറപ്പ്. അതുവരെ എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അവൾ പറഞ്ഞു നിർത്തി. എന്തെങ്കിലും താൻ ചോദിക്കുമ്പോൾ കരഞ്ഞു തുടങ്ങുന്ന പെൺകുട്ടിയല്ല ശ്രീഹരി കണ്ടത്. എന്തൊക്കെ ഉറച്ച തീരുമാനങ്ങളുമായി വന്ന ഒരു പെണ്ണാണ് അവളെന്ന് അവന് തോന്നി. തൻ്റെ നാട് ശരിക്കും എവിടെയാണ്? നാസിക്കാണ് സർ, മഹാരാഷ്ട്ര. അവൾ പറഞ്ഞപ്പോൾ ശ്രീഹരി അന്താളിച്ചു. വാട്ട്? അവിടെ നിന്നും ഇത്രയും ദൂരമോ? ഇയാൾ പറയുന്നതെല്ലാം സത്യമാണോ? അതെ സാർ, എൻ്റെ നാട് നാസിക്കാണ്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം അവിടെയാണ്. ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അവൾ പതിയെ അലമാര തുറന്നു. അതിൽ നിന്നും ഒരു ആൽബം എടുത്തു. ഇത് ഞാനും എൻ്റെ ഡാഡിയും അമ്മയാണ്. അവളത് അവന് കൈമാറി. അവൻ ഓരോരോ പേജുകളെ മറിച്ചു നോക്കി. അവളുടെ കൂടെ നിൽക്കുന്ന സ്ത്രീയെ കണ്ടാൽ അവളുടെ അമ്മയാണെന്നേ പറയൂ. കാരണം അവർ തമ്മിൽ നല്ലതായിട്ട് മുഖസാമ്യമുണ്ടായിരുന്നു. അവളുടെ ചെറുപ്പം മുതലുള്ള ഫോട്ടോസാണ് അതിൽ മുഴുവനും. ഏതോ ഒരു കല്യാണത്തിനൊരുങ്ങിയ ഒരു ഫോട്ടോ കണ്ടാൽ തൻ്റെ അടുത്ത് നിൽക്കുന്ന മേഘനയാണെന്ന് പറയില്ല. അത്രയ്ക്ക് സുന്ദരിയായിരിക്കുന്നു അവൾ ഫോട്ടോയിൽ. ഇവൾ പറയുന്നത് സത്യമാണെന്ന് അവന് മനസ്സിലായി. എടോ, താൻ ഒറ്റയ്ക്കാണോ വന്നത്? അവൻ അവളെ നോക്കി. അതെ സാർ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അവൾ മറുപടി നൽകി. താൻ ഒറ്റയ്ക്ക്? അതും ഇത്രയും ദൂരം? അവനിൽ പിന്നെയും സംശയമുയർന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അവൾ നിലത്ത് മിഴികളൊന്നി. തൻ്റെ ഭർത്താവ് എവിടെ? അവൻ വീണ്ടും ചോദിച്ചു. അത് ചോദിച്ചതും അവളുടെ മിഴികൾ നിറഞ്ഞു. സർ, ആ കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ എനിക്കിപ്പോൾ സാധിക്കില്ല. താമസിയാതെ ഞാൻ പറഞ്ഞോളാം. അവൾ അവനോട് പറഞ്ഞു. ശരി ശരി. അവൻ ആ ആൽബവുമായി എഴുന്നേറ്റു. അവളത് മേടിച്ച് വീണ്ടും അവളുടെ ബാഗിൽ കൊണ്ടുപോയി വെച്ചു. കാലിൽ നല്ല നീരുണ്ട്, വേദനയും. ശ്രീഹരി അവളെ സഹതാപത്തോടെ നോക്കി. കിടന്നോളൂ, അവൻ പറഞ്ഞു.
അവൾ നിലത്ത് ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കാൻ തുടങ്ങിയത് ശ്രീഹരി അവളെ തടഞ്ഞു. വയ്യാണ്ടിരിക്കുമല്ലേ, ഇവിടെ കിടന്നോളൂ. വേണ്ട സാർ, എനിക്ക് കുഴപ്പമില്ല. അവൾ അവനെ നോക്കാതെ അത് വിരിച്ചു. നിലത്ത് കിടക്കേണ്ട, താൻ കട്ടിൽ കിടന്നോടൂ. അവൻ കുറച്ചുകൂടി നിർബന്ധിച്ചപ്പോൾ അവൾ കട്ടിൽ കിടന്നു. കാരണം അത്രയ്ക്ക് ക്ഷീണിതയുമായിരുന്നു അവൾ. ഉറങ്ങാൻ പാടില്ല കേട്ടോ, കുറച്ച് സമയം കഴിഞ്ഞേ ഉറങ്ങാവൂ, ശ്രീഹരി പറഞ്ഞു. അവൾ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായിടുന്നുണ്ടായിരുന്നു. മേഘന, മേഘന എന്നവൻ അപ്പോഴെല്ലാം വിളിക്കും. അങ്ങനെ അവർ രണ്ടാളും അന്ന് രാത്രിയിൽ ഉറങ്ങിയിരുന്നില്ല. ശ്രീഹരിക്ക് മനസ്സിന് കുറച്ച് ശാന്തത അനുഭവപ്പെട്ടു. ഇവൾ കള്ളിയല്ല, എന്നാലും കുറച്ച് നിഗൂഢതകൾ ബാക്കിയാകുന്നുവെന്ന് അവൻ ഓർത്തു. കാലത്തെ മുത്തശ്ശി ഒന്ന് കൊട്ടി വിളിച്ചപ്പോഴാണ് രണ്ടാളും ഉണർന്നത്. എൻ്റെ കുട്ടിയെ, നേരം കുറിച്ചായിട്ടോ, മുത്തശ്ശി അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. മേഘനെ കുറിച്ച് പാടുപെട്ടാണ് എഴുന്നേറ്റത്. എടോ പതുക്കെ. ശ്രീഹരി ഓടി വന്ന് അവളെ പിടിച്ചത്. മുത്തശ്ശി നോക്കി നിൽക്കുവാണ്. പെട്ടെന്നാണ് അവർ അവരുടെ കവിൾത്തടത്തിലെ പാട് കണ്ടത്. ഇതെന്താണിത്? അവർ അന്താളിച്ചു. അത് ഇന്നലെ ഞാൻ മുറ്റത്ത് വീണപ്പോൾ പറ്റിയതാ മുത്തശ്ശി. അവളുടെ മറുപടി കേട്ടപ്പോൾ ശ്രീഹരിക്ക് ശരിക്കും വിഷമമായി. മുത്തശ്ശി വാത്സല്യത്തോടെ അവളുടെ കവിൾത്തടത്തിൽ തഴുകി. മോളെ, എങ്ങനെയുണ്ടിപ്പോൾ? അവർ മേഘനയെ നോക്കി. കുഴപ്പമില്ല മുത്തശ്ശി, ഇപ്പം എല്ലാം കുറവായി, അവൾ അവരെ നോക്കി പറഞ്ഞു. അനങ്ങാതെ കിടന്നോളൂ കേട്ടോ. അവർ കുറച്ച് സമയം കൂടി സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോയി. ആ കുട്ടിക്ക് എങ്ങനെയുണ്ടമ്മേ? അവരുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അമ്മയെ കണ്ട് പ്രതാപൻ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. നീര് വലിയാൻ തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ആ കുട്ടിയുടെ മുഖമൊക്കെ വല്ലാണ്ട് വിളറിയിരിക്കുന്നു. ഒന്നുകൂടെ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോകണോ അമ്മേ? അയാൾ അമ്മയുടെ അഭിപ്രായം ചോദിച്ചു. വരട്ടെ, നോക്കാം, അവർ മറുപടിയും നൽകി. ഇതാ മോനെ, ചായ കുടിക്ക്. മിഥുൻ്റെ അമ്മ കൊടുത്ത ചായ മേടിച്ച് ശ്രീഹരി പുഞ്ചിരിച്ചു. മിഥുനോട് ശ്രീഹരി സംഭവങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു. എൻ്റെ കൃഷ്ണ, ആ പെണ്ണ് തട്ടിപ്പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? മിഥുനത് പറയുമ്പോൾ അവൻ്റെ മിഴികൾ പുറത്തേക്ക് ഉന്തി നിന്നു. പോടാ, അങ്ങനൊന്നും പറയാതെ, ശ്രീഹരി അവനെ വഴക്കു പറഞ്ഞു. നീ എന്നാലും അടിച്ചത് മോശമായിപ്പോയി, അത്രയും വേണ്ടിയിരുന്നില്ല. മിഥുൻ അവനെ കുറ്റപ്പെടുത്തി. ശരിയാണ്, അത്രയും ദേഷ്യം വന്നതുകൊണ്ടാണ്. ഇതുവരെയായിട്ടും തൻ്റെ അനുജത്തിയെ പോലും താനൊന്നും നുള്ളി നോവിച്ചിട്ടില്ലെന്ന് അവനോർത്തു. എന്നിട്ടും ഇന്ന് കാലത്തെ മുത്തശ്ശി ചോദിച്ചപ്പോൾ ആ പാവം, എടാ നീ ഇവിടൊന്നും ഇല്ലേ? മിഥുനും എൻ്റെ തോളി തട്ടി. ശ്രീഹരി ഓർമ്മകളിൽ നിന്നും ഞെട്ടി എണീറ്റു. അന്ന് രണ്ടാം ശനിയായതിൽ പ്രതാപൻ കോടതിയിൽ പോയിരുന്നില്ല. അയാളോ ആരെയും കൂടി എന്തൊക്കെയോ ചെടികൾ പറിച്ച് നടുകയും കളകളൊക്കെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ജനാലയിൽ കൂടി നോക്കി നിൽക്കുവാണ് മേഘന. കാലുകൾ കുഴിയും പോലെ അവൾക്ക് തോന്നി. പതിയെ അവൾ കട്ടിലിൽ പോയി കിടന്നു. ഇന്നലെ ഉറങ്ങാഞ്ഞതുകൊണ്ട് അവളുടെ മിഴികൾ അടഞ്ഞു പോയത് അവൾ അറിഞ്ഞില്ല. മോളെ, ഇതെന്താ കുട്ടി നിനക്ക് പറ്റിയത്? എൻ്റെ മൂക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മ തന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയാണ്. അമ്മയെ നല്ലൊരു വിളിച്ചുകൊണ്ടവൾ ചാടി എണീറ്റു. അവൾ വിങ്ങി കരയാൻ തുടങ്ങി. എത്ര നിയന്ത്രിച്ചിട്ടും അവളുടെ സങ്കടം അണപൊട്ടി ഒഴുകി. എന്തിനാണമ്മേ എനിക്ക് ദൈവം ഇങ്ങനൊരു വിധി തന്നത്? അവൾ വിങ്ങിപ്പൊട്ടുകയാണ്. അമ്മയും താനും ഡാഡിയുമായി നിൽക്കുന്ന ഓരോ ഫോട്ടോസ് എടുത്ത് അവൾ നോക്കി. അതും നെഞ്ചിൽ ചേർത്ത് അവൾ കരഞ്ഞു. മേഘന, മുത്തശ്ശി തൊട്ട് പിന്നെ നിൽക്കുന്നു. എന്താ കുട്ടി? അവരവളുടെ കയ്യിൽ പിടിച്ചു. എന്തിനാ മോള് കരയുന്നേ? മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു. ഉണ്ടായ സംഭവങ്ങളെല്ലാം അവൾ മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞു. ശ്രീഹരി ഒരു പാവമാണ്. അയാൾ ഒരു തെറ്റും ഈ കുടുംബത്തോട് കാണിച്ചിട്ടില്ല. അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് മുത്തശ്ശിയെ നോക്കി. എൻ്റെ കുട്ടി, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? നിന്നെ അവൻ വേളി കഴിച്ചില്ലെങ്കിൽ പിന്നെന്തിനാ പൂജാമുറി വെച്ച് നീ ഗിരിജയോട് അങ്ങനെ സത്യം ചെയ്തത്? പ്രഭാവതി ചോദിച്ചപ്പോൾ അവൾ തലകുനിച്ചു. പാവം ശ്രീകുട്ടൻ, എൻ്റെ കുട്ടി ഒരു നിഷ്കളങ്കനാണ്, അവർ പറഞ്ഞു. മോളെ, നീ അന്വേഷിച്ചു വന്ന ആൾ എവിടെയാ ഉള്ളത്? അവർ എറണാകുളത്താണ് മുത്തശ്ശി. അവർ വന്നുവെന്നറിഞ്ഞ ആ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും. അതുവരെ ഞാനിവിടെ നിന്നോട്ടെ. അവളത് ചോദിച്ചപ്പോൾ മുത്തശ്ശിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം ശ്രീകുട്ടൻ അറിയാമോ? എല്ലാം അറിയാം മുത്തശ്ശി. അപ്പോൾ നിന്റെ ഭർത്താവ് എവിടെ? അവർക്ക് വീണ്ടും സംശയമായി.
അയാളെക്കുറിച്ച് ഞാൻ എല്ലാം പറയാം. അവൾ മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തു. മോളെ, നിന്നെ ഞാൻ ഇവിടെ നിർത്താം. പക്ഷെ നീ എന്നോട് സത്യം ചെയ്തു പറയണം. നീ നിന്റെ അമ്മ പറഞ്ഞ ആളെ അന്വേഷിച്ചു വന്നതാണോന്ന്? അതോ ഇനിയും നിന്റെ നിലനിൽപ്പിനു വേണ്ടി നീ കളവ് പറയുന്നതാണോ? പ്രഭാവതി അമ്മ മേഘനയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെയാണ് ചോദിച്ചത്. ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ഈശ്വരന്മാരെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, എൻ്റെ അമ്മ പറഞ്ഞ ആളുടെ അടുത്തേക്ക് വന്നതാണ്. മേഘനയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. സാരമില്ല, എല്ലാം നേരെയാകും. അതുവരെ നീ ഇവിടെ കഴിഞ്ഞു. മുത്തശ്ശി അവൾക്ക് സമ്മതം നൽകി. മേഘന പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ട് പുറത്തൊരാൾ നിൽപ്പുണ്ടായിരുന്നു. പ്രതാപൻ. മേഘനയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് വന്നതാണ് അയാൾ. അമ്മ ഇറങ്ങി വരും മുമ്പ് അയാൾ വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി. തുടരും.